വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ ആധാരമാക്കി നാം ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ വളരെ നിശ്ചയത്തോടുകൂടി പ്രസ്താവിച്ച ഒരു വചനഭാഗത്തേക്കാണ് നാം ഇന്ന് ശ്രദ്ധ തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 36-ാം വാക്യം. ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. മതി. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്തു നാളിൽ ഇതര അപ്പോസ്തലന്മാരോടും അവിടെ അവരോടൊപ്പം ചേർന്ന് വന്നതായ ഇവരെല്ലാം ഉൾപ്പെടെ ഉദ്ദേശം 120 പേരോളം വരുന്ന സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിച്ചതായ ഒരു വചനഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അവിടെ ഇസ്രായേൽ ജനങ്ങളോട് വളരെ ശക്തിയോടുകൂടി അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിക്കുന്ന ഭാഗം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് പത്രോസ് അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം ക്രൂശിച്ചു കൊന്നവനായ യേശുവിനെ കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചു എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അപ്പോൾ കർത്താവായും ക്രിസ്തുവായും ഈ യേശുവിനെ നിയോഗിച്ചവനായ ഒരുവനുണ്ട് എന്നത് ആരെങ്കിലും തമസ്കരിക്കുവാൻ ശ്രമിച്ചാൽ അതിനുള്ളതായ വഴി അടച്ചുകൊണ്ട് അങ്ങനെ ഒരുവനുണ്ടെന്നും അവനാണ് ദൈവമെന്നും ഉച്ചസ്വരത്തിൽ പത്രോസ് അവിടെ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ക്രൂശിച്ചു കൊന്നതായ യേശുവിനെ ദൈവമാണ് കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചത് എന്ന് അപ്പോസ്തലനായ പത്രോസ് അവിടെ പ്രസ്താവിക്കുക. ഇത് കേട്ട ഇസ്രായേൽ ജനങ്ങൾക്ക് തുടർന്ന് സംഭവിച്ചത് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ പാപബോധമുള്ളവരായി മാറി അവർ രക്ഷയ്ക്കുള്ളതായ മാർഗം അന്വേഷിക്കുന്നതിനെ തുടർന്ന് നമ്മളവിടെ കാണുന്നു. അവിടെ തുടർന്ന് അവർ സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇസ്രായേൽ ജനം മരത്തിൽ തൂക്കിക്കൊന്ന അല്ലെങ്കിൽ ക്രൂശിച്ചു കൊന്ന യേശുവിനെ തന്നെയാണ് കർത്താവായും ക്രിസ്തുവായും ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്ന സന്ദേശം കേട്ടപ്പോൾ അവർ ചെയ്തതായ വലിയ തെറ്റിൻ്റെ പാപബോധമുണ്ടായി അവർ മാനസാന്തരമുള്ളവരായി മാറുകയാണ്, ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി മാറുകയാണ്. അവരോടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളിൽ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധ ആത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ് എന്ന് പറയുന്നു. ഇങ്ങനെ വളരെ കൃത്യതയോടുകൂടി പത്രോസ് ശ്ലീഹ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഈ വചനഭാഗത്തു നിന്നും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ്?
യേശുവിനെ കർത്താവായും ക്രിസ്തുവായും ദൈവം നിയോഗിച്ചതാണ്. അപ്പോൾ ദൈവത്താൽ നിയോഗിതനായ കർത്താവും ക്രിസ്തുവുമാണ് ഈ യേശു എന്നുള്ളതാണ് ആ വചനഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. പത്രോസ് അവരോട് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നതിന് മുൻപേ, ഈ ഒരു പ്രസ്താവന നടത്തുന്നതിന് മുൻപേ അവരോട് മോശയോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തതായ വചനഭാഗങ്ങളെ കുറിച്ചൊക്കെ ഓർപ്പിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:22. ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട്, ആരെ കൊണ്ട്? യേശുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. ദൈവം നിയോഗിച്ച പുരുഷനാണ് യേശു എന്നുള്ളതും ആ യേശുവിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചതായ കാര്യങ്ങളെ കുറിച്ചുമാണ് ഇവിടെ അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഈ വചനങ്ങളിലെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് പലരും പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കലുകളിൽ നിന്നും തികച്ചും വിഭിന്നമായ സത്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഭൂരിപക്ഷ സമൂഹവും യേശുക്രിസ്തുവാണ് ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട്, ജനങ്ങളോട് വ്യാജം പ്രസ്താവിച്ചുകൊണ്ട്, അവരെ വഞ്ചിച്ചുകൊണ്ട്, അവരെ വൈകാരികമായി ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, സത്യസന്ധതയോടുകൂടി വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് യേശുക്രിസ്തു അല്ല ദൈവം എന്നുള്ള വസ്തുത വളരെ കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിച്ചവൻ അവനാണ് ദൈവമെന്ന് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിക്കുന്നു. ദൈവത്താൽ നിയോഗിതനായ പുരുഷനാണ് യേശു എന്നുള്ളത് അപ്പോസ്തലനായ പത്രോസ് വളരെ കൃത്യമായി ഇവിടെ പ്രസ്താവിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ അവർ വളരെ കൃത്യതയോടുകൂടി സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ ശ്രമിച്ചപ്പോൾ കാലാന്തരത്തിൽ സഭയിൽ കടന്നുകൂടിയ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ കൊടിയ ചെന്നായ്ക്കളെന്നാണ് പൗലോസ്ലീഹ അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നതാണ്. ആ കൊടിയ ചെന്നായ്ക്കൾ, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാലശേഷം സഭയിൽ തിരികെ കയറ്റിയ വിപരീത ഉപദേശങ്ങളാണ് ഇന്ന് നമുക്ക് സുലഭമായി ആൾക്കാരിൽ നിന്നും കേൾക്കുവാൻ കഴിയുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ 1-ാം നൂറ്റാണ്ടിലെ സഭ, ക്രിസ്തുവിന്റെ സഭ, അപ്പോസ്തലന്മാർ ഇവിടെ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നത് യേശുവിനെ ഉയിർപ്പിച്ചവൻ, യേശുവിനെ കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചവൻ, യേശുവിനെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിച്ചവനാണ് ദൈവമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്.
അപ്പോസ്തല പ്രവൃത്തി 2 അടുത്ത വാക്യം വായിക്കാം. 23 വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നാൽ ദൈവം എന്ത് ചെയ്തു എന്നാണ് വായിക്കുന്നത്. ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിനെ ഉയിർപ്പിച്ചവനാണ് ദൈവം. യേശു ആരാണ്? ദൈവത്താൽ നിയോഗിച്ചവനായ പുരുഷൻ. ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത പുരുഷൻ. എന്നാൽ അവനെ തിരിച്ചറിയാതെ ക്രൂശിച്ചു കൊന്നു, അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. എന്നാൽ ദൈവം മരണപാശങ്ങളെ അഴിപ്പിച്ചിട്ട് അവനെ ഉയിർപ്പിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 1 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയിർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവം തന്റെ മുന്നറിവിനാലാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം നടന്നത്. അങ്ങനെ ഇസ്രായേൽ ജനം ക്രൂശിച്ചു കൊന്നവനായ യേശുവിനെ ദൈവം ഉയിർപ്പിക്കുന്നു. ഈ ഉയിർപ്പിലൂടെ അവൻ ദൈവപുത്രനാണ് എന്നുള്ള വസ്തുതയെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. യേശുവിലുള്ള 2 പ്രത്യേക കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ്. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനാണ് എന്നുള്ള വസ്തുത ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ ഉയിർപ്പിച്ചവനാണ് ദൈവം. യേശുവിനെ കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചവനാണ് ദൈവം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തി 2:36 അവിടെ പത്രോസ് ഇവരോട് പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വച്ചു എന്ന് ഇസ്രായേൽ ജനം മുഴുവനും നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. പലരും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സംഗതിയുണ്ട്. ഈ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നാണെന്നാണ് പലരും ജനങ്ങളെ പഠിപ്പിക്കുന്നത്. കർത്താവ് എന്ന് പറയുന്നത് ഒരു പദവിയാണ്. ആദരസൂചകമായി നമുക്ക് മുകളിലുള്ള ഒരുവനെന്ന്, നമ്മേക്കാൾ വലിയവനെന്ന് നമ്മൾക്ക് ചിന്തിക്കുന്ന ഒരാളെ നമ്മൾ ബഹുമാന പുരസ്സരം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പദമാണ് കർത്താവ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റ ശേഷം ഈ മഗ്ദലക്കാരത്തി മറിയയൊക്കെ യേശുവിൻ്റെ കല്ലറയിൽ പോയ സംഭവം.
അവിടെ അതിൻ്റെ 15-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ യേശുക്രിസ്തുവാണ് എന്നറിയാതെ തോട്ടക്കാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറിയ അവിടെ നിന്ന് ഒരുവനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ മറിയ ആ ആളിനോട് പറയുന്നത്, യജമാനനെ, വാക്യം 15 വായിച്ചു. അതിനു മുമ്പ് അല്ല, പറഞ്ഞ വായിച്ചു. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നീ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഈ മറിയയോട് ഇങ്ങനെ ചോദിച്ചത് തോട്ടക്കാരനാണ് എന്നാണ് അവൾ വിചാരിച്ചത്. എന്നിട്ട് അപ്പൊ തോട്ടക്കാരനോട് സംസാരിക്കുന്ന രീതിയാണ് നമ്മളവിടെ കാണുന്നത്. എന്താണ്? യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ യജമാനനെ എന്ന് തോട്ടക്കാരനാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ആ മനുഷ്യനോട് മറിയ സംസാരിക്കുന്നത്. യജമാനനെ എന്ന് വിളിക്കുന്നത് തോട്ടക്കാരനാണെന്ന ധാരണയിലാണ്, യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല. ഈ യജമാനനെ എന്ന് അവിടെ വിളിച്ചിരിക്കുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ കാണുന്നത് കുരിയെ എന്നാണ്. യജമാനനെ, അതിന് ഗ്രീക്ക് ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്നത് കുരിയെ എന്നാണ്. അപ്പോൾ കുരിയെ എന്ന, അല്ലെ കൂരിയോസ്, കൂരിയോൺ, കൂരിയോ എന്നീ പദങ്ങളെയാണ് നമ്മുടെ മലയാളം ബൈബിളിൽ കർത്താവ് എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലെ കൂരിയോൺ, കൂരിയോസ്, കൂരിയോ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളെയാണ് കർത്താവ് എന്ന് നമ്മുടെ മലയാള പരിഭാഷയിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത്. കുരിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവേ അല്ലെങ്കിൽ യജമാനനെ എന്ന് വിളിക്കുന്ന രീതിക്കാണ് കുരിയെ എന്ന് പറയുന്നത്. കുരിയെ, കൂരിയോൺ, കൂരിയോസ്, കൂരിയോ എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്നർത്ഥം. കുരിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന പ്രയോഗമാണ്. കുരിയെ, കർത്താവേ. ഉദാഹരണമായി പറഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമ്മൾ കാണാം. അതിൽ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, കൊർന്നേലിയോസിന്റെ വീട്ടിൽ, അല്ലേ? സോറി, കൊർന്നേലിയോസിന്റെ വീട്ടിലല്ലോ. കൊർന്നേലിയസിന്റെ വീട്ടിൽ കൊർന്നേലിയസ് ഒരു ദർശനം കാണുന്നു. അവിടെ ദർശനത്തിൽ അവൻ കണ്ടത് ആരെയാണ്? ഒരു ദൂതനെയാണ് കണ്ടത്. ആ ദൂതനെ കണ്ടു. ഈ ദൂതൻ കൊർന്നേലിയോസേ എന്ന് വിളിക്കുന്നു. അന്നേരം ഈ കൊർന്നേലിയോസ് തിരിച്ചു വിളിക്കുന്നത് എന്താണ്? എന്താകുന്നു കർത്താവേ. സത്യവേദ പുസ്തകം മലയാളം ബൈബിൾ വായിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് ശ്രദ്ധിച്ചു വായിച്ചോണം. കൊർന്നേലിയോസിന്റെ അടുക്കൽ വന്ന ദൂതനെ കൊർന്നേലിയോസ് വിളിക്കുന്നത് കർത്താവേ എന്നാണ്. മറന്നു പോകരുത്. അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുരിയെ എന്നാണ്. കുരിയെ, അവൻ റെസ്പോണ്ട് ചെയ്തത് കുരിയെ എന്നാണ്. അപ്പോൾ ഈ കുരിയെ എന്ന ഗ്രീക്ക് പദത്തെയാണ് കർത്താവേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുരിയോ അല്ലെ കൂരിയോൺ അല്ലെ കൂരിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് പദത്തെ സാന്ദർഭികമായി യജമാനനെന്നും കർത്താവെന്നുമൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ പരിഭാഷ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഈ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദൈവം എന്നൊരർത്ഥമേ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
പലരും തെറ്റിദ്ധരിക്കുന്നത് കർത്താവ് എന്ന് പറഞ്ഞ ഉടനെ ദൈവം എന്നാണെന്നാണ്. നോ, ഈ പദം ആർക്കാണോ ഉപയോഗിക്കുന്നത് അവിടെയാണ് അതിൻ്റെ സാന്ദർഭികമായ ആ ഒരു വാല്യൂ ഉണ്ടാകുന്നത്. ദൈവത്തെ നമുക്ക് കർത്താവ് എന്ന് വിളിക്കാം, കർത്താവേ എന്ന് ദൈവത്തെ വിളിക്കാം, നോ പ്രോബ്ലം. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളേജിലെ പ്രിൻസിപ്പളിനെ സർ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു അധ്യാപകനെ സർ എന്ന് വിളിക്കാം. ഇനി ആ അവിടുത്തെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലറിക്കൽ സ്റ്റാഫിനെയും നമുക്ക് സർ എന്ന് വിളിക്കാം. ഈ ക്ലറിക്കൽ സ്റ്റാഫിനെ സർ എന്ന് വിളിച്ചത് കൊണ്ട് ആ ക്ലറിക്കൽ സ്റ്റാഫ് അവിടുത്തെ പ്രിൻസിപ്പൽ ആകുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാം കോമൺലി യൂസ് ചെയ്യാവുന്ന ഒരു പദമാണ് ഈ സർ എന്ന് പറയുന്നത്. അതിന് ഗ്രീക്ക് ഭാഷയിൽ കുരിയെ എന്ന് പറയും. കർത്താവേ എന്ന് നമ്മുടെ മലയാളം ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ റൂട്ട് വേർഡ് അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ കർത്താവായി നിയോഗിച്ചവനാണ് ദൈവം. പലരും പഠിപ്പിക്കുമ്പോൾ ഞങ്ങളോടൊക്കെ പലരും തർക്കിക്കാൻ വരികയൊക്കെ ചെയ്യാറുണ്ട്. അവരൊക്കെ പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞത്. എന്തോ ഒരു വലിയ അബദ്ധമാണ് ഇവർ പറയുന്നതെന്നറിയാമോ? യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് ബൈബിളിൽ ഏത് വാക്യത്തിൽ ആ സുഹൃത്തെ എഴുതിയിരിക്കുന്നത്? ക്രിസ്ത്യാനിയാകണമെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് ബൈബിളിൽ ഏത് വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഉള്ളിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ചില അബദ്ധധാരണകൾ മറ്റുള്ളവരുടെ മേൽ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആധികാരികമായ ഒരു പ്രസ്താവന നടത്തുമ്പോൾ that should be approved with the support of crystal clear biblical references. As long as you are unable to do it, don't try to teach your blunders. നിങ്ങളൊരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പ്രൂവ് ചെയ്യുവാൻ ആധികാരികമായ അടിസ്ഥാനമുണ്ടാകണം. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ല എന്നും പഠിപ്പിക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാണ് യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് രക്ഷയെന്ന് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ ഒരു വാക്യത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനി അല്ലെന്നും യേശു ഇവന് ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ലെന്നും അബദ്ധങ്ങൾ നിങ്ങൾക്കേതോ ഉപദേശി പഠിപ്പിച്ചു തന്നതാണ്, അല്ലാതെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതല്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവർക്ക് രക്ഷയുണ്ടെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹയാണ് പഠിപ്പിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്നവർക്ക് രക്ഷയുണ്ടെന്ന്. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ നമുക്ക് കാണാം, യോഹന്നാൻ അപ്പോസ്തലൻ പലരും യേശുവിനെ ദൈവമാക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനാണ് യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ദൈവമാണെന്ന് എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് പലരും അവകാശവാദം പറഞ്ഞുകൊണ്ട് വരുന്നത്. അവരാശ്രയിക്കുന്നത് യോഹന്നാനെയാണ്. ഈ യോഹന്നാൻ ഈ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇത് എഴുതിയ താൻ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. യേശു
ദൈവപുത്രനായ ക്രിസ്തുവെന്ന് ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കും. അപ്പൊ യോഹന്നാൻ എന്തിനാ സുവിശേഷം എഴുതിയത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നിങ്ങനെ ഇങ്ങോട്ട് എഴുതി തുടങ്ങിയ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഇത് എഴുതിയത് ഇത് വായിക്കുന്നവര് മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും യേശു ദൈവമാണെന്നാണോ അതോ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നാണെന്നാണോ? ശരിക്കും വായിച്ചോ? യോഹന്നാൻ 20:31. എഴുത്തുകാരൻ പറഞ്ഞത് ഇത് വായിക്കുന്നവൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് യേശു ആരെന്നാണ്? ദൈവപുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. വളരെ ക്ലിയറാണ് യോഹന്നാന്റെ ഉദ്ദേശം. യോഹന്നാൻ പറയാത്തതും യോഹന്നാൻ ലക്ഷ്യമാക്കാത്തതും യോഹന്നാൻ ചിന്തിക്കാത്തതുമായ കാര്യങ്ങൾ യോഹന്നാന്റെ മേൽ ഇമ്പോസ് ചെയ്തുകൊണ്ട് പലരും ഭയങ്കര പഠിപ്പിക്കലുകൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല യേശുക്രിസ്തുവാണ് ദൈവമെന്ന്. ബൈബിൾ പഠിപ്പിക്കുന്നില്ല യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന്. ബൈബിൾ പഠിപ്പിക്കുന്നില്ല യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ലെന്ന്. ബൈബിൾ പഠിപ്പിക്കുന്നില്ല യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്ന്. ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ദൈവത്താൽ നിയോഗിതനായ കർത്താവാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ദൈവത്താൽ നിയോഗിതനായ ക്രിസ്തുവാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ നിർണയം എന്ന് പറയുന്നത് യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്നും ഉയിർപ്പിച്ചതിനാലാണ്. യേശു മരണത്തോടു കൂടി തീർന്നു പോയിരുന്നുവെങ്കിൽ അവൻ ദൈവപുത്രനാണെന്നോ അവൻ മശിഹയാണെന്നോ അവൻ രക്ഷിതാവാണെന്നോ ഒന്നും യാതൊരു വിധത്തിലും ഒരുത്തർക്കും വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. മരണപാശങ്ങളെ അഴിച്ചിട്ട് ദൈവം അവനെ ഉയിർപ്പിച്ചു. അങ്ങനെ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അവൻ ദൈവത്താൽ നിയോഗിതനായവൻ. ദൈവത്തിന്റെ മുൻനിർണയത്താലും ദൈവത്തിന്റെ സ്ഥിരനിർണയത്താലും ആണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. ഇതൊരു ഒരു സാധാരണ സംഭവമായിട്ടോ ഒരു അപ്രതീക്ഷിത സംഭവമായിട്ടോ അല്ല വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന്റെ മുൻനിർണയമാണ്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് വളരെ കൃത്യതയോടുകൂടി തൻ്റെ തൻ്റെ എഴുത്തുകളിൽ താൻ എഴുതുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ അതിൻ്റെ 14-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ.
പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളി പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കുലപാതകനായവനെ കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ ഈ ജീവനായകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അതിന്റെ 18-ാം വാക്യം. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ദൈവത്തിന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്നുള്ളത് ദൈവം മുൻ നിയമിച്ചതും പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചതും ഇങ്ങനെ സംഭവിച്ചു. അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ തന്നെ 19-20 വാക്യങ്ങളോട് വായിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യുമെന്ന് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ 21-ാം വാക്യം കൂടെ വായിച്ചേ. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. മനസ്സിലായോ? ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കണമെന്ന് തീരുമാനിക്കുകയും പ്രവാചകന്മാർ മുഖാന്തരം അറിയിക്കുകയും ചെയ്തതൊക്കെയും സംഭവിച്ചു. ദൈവം അവനെ ഉയിർപ്പിച്ചു. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ മാനസാന്തരപ്പെട്ടു തിരിഞ്ഞുകൊള്ളുവീൻ. അങ്ങനെയായാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. യേശുവിനെ ദൈവം ഇനിയും അയക്കും. യേശുവിനെ ദൈവം ഇനിയും അയക്കും. അതെപ്പോഴാണെന്നറിയാമോ? ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ യേശുവിനെ ദൈവം ഉയിർപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായി അവിടെ ആയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ആയിരിക്കുന്നവനായി യേശുവിനെ ദൈവം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം അവനെ അവിടെ കൈക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അവൻ ഇനിയും വരും. അവനെ ഇനിയും ദൈവം അയക്കും. തനിക്കായി കാത്തിരിക്കുന്നവർക്കായി അവൻ ഇനിയും വരും. അപ്പോസ്തലനായ പൗലോസ് ഇക്കാര്യത്തിൽ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. അത്
ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യമുണ്ട്. ഞാൻ ആ റെഫറൻസ് മറന്നുപോയി. അപ്പോൾ എന്തായാലും ഫിലിപ്പിയ ലേഖനത്തിലാണ് അങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാൻ റെഫറൻസ് പിന്നെ ഓർത്താൻ എടുത്തു തരാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു 3:20 ഫിലിപ്പിയ ലേഖനം 3:20 വായിച്ചോ പാട്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തു ഇനിയും രക്ഷിതാവായി വരുന്നതിനെ കാത്തിരിക്കുന്നവനാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരെന്നാണ്. അവൻ ദൈവത്താൽ നിയോഗിതനായ കർത്താവും ക്രിസ്തുവുമാണ്. ദൈവം തൻ്റെ മുൻ നിർണയത്താലും മുന്നറിവിനാലും നിയോഗിച്ചതായ പുരുഷൻ. അവനെ ഇസ്രായേൽ ജനം ക്രൂശിച്ചു കൊന്നുവെങ്കിലും അവൻ ദൈവപുത്രനാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവനെ ദൈവം ഉയർപ്പിച്ചു. അങ്ങനെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ്. അവനെ കർത്താവായും ക്രിസ്തുവായും നമ്മുടെ ദൈവം നിയോഗിച്ചതാണ്. ആകയാൽ പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ് ദൈവമെന്നല്ല, മറിച്ച് യേശുവിനെ കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചവനാണ് ദൈവമെന്നും യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയിർപ്പിച്ചവനാണ് ദൈവമെന്നും വളരെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ചിലരൊക്കെ തർക്കിക്കാനും വാദിക്കാനും വരുമ്പോൾ അവർ പറയും, യേശു താൻ ദൈവമാണെന്ന് പറയാനല്ല ലോകത്തിൽ വന്നതെന്ന് പറയും. സുഹൃത്തെ, യേശു ദൈവമാണെന്ന് പറയണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. പോട്ടെ, യേശു അങ്ങനെ പറയാനല്ല വന്നത്, ഞങ്ങൾ സമ്മതിച്ചു. ഇനി യേശു അങ്ങനെ പറഞ്ഞാൽ, ഞാൻ ദൈവമാണെന്ന് യേശു പറഞ്ഞാൽ താൻ സ്വയം പൊങ്ങിയാണെന്ന് എന്ന് ചിലരൊക്കെ അവകാശവാദം വെക്കും. അതുകൊണ്ട് സ്വയം പൊങ്ങിയൊന്നുമല്ല. ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5 മുതൽ അങ്ങോട്ട് വായിച്ചാൽ മതി, അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ യഹോവയായ ദൈവം സ്വയം പൊങ്ങിയാണെന്നായിരിക്കും നിങ്ങളുടെ ഭാഷ. അത് പോകട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് യേശു ക്രിസ്തു സ്വയം ഞാൻ ദൈവമാണ് എന്ന് പറയണമെന്ന് ഒരവകാശവാദമേ ഇല്ല. പോട്ടെ, യേശു പറഞ്ഞില്ല ഞാൻ ദൈവമാണ്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞു, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞു, ഈ യേശുവാണ് ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. യേശു ക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തുവാണ് ദൈവമെന്ന്, യേശു ക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്നോ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കാത്തതും യേശുവിൻ്റെ ശിഷ്യന്മാർ പഠിപ്പിക്കാത്തതുമായ കാര്യങ്ങളെ നിങ്ങളായിട്ട് സ്വന്തം വ്യാഖ്യാനത്താൽ നിർമ്മിച്ചുണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തധികാരം? വിശുദ്ധ വേദപുസ്തകം പറയാത്തതും അപ്പോസ്തലന്മാർ പറയാത്തതും കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ നിന്ന്, സ്വന്തം വ്യാഖ്യാനത്തിൽ നിന്ന് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി യേശുവിനെ നിങ്ങൾ ഇച്ഛിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുവാനുള്ള നിങ്ങളുടെ പ്രയത്നം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? യേശുവിനോ അപ്പോസ്തലന്മാർക്കോ ഇല്ലാത്ത അവകാശവാദം നിങ്ങൾക്കെന്തിന്? നിങ്ങൾ എന്തിനാണ് യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ജനങ്ങളെ ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിൽ നകറ്റുന്നത്? നിങ്ങൾ എന്തിനാണ് യേശു ക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് വ്യാജം പഠിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നത്? സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്നും ജനങ്ങളെ അകറ്റുന്ന നിങ്ങളുടെ മേൽ നമ്മുടെ കർത്താവായ യേശു
യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം ഉള്ള വചനങ്ങൾ പ്രാവർത്തികമാകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് 7-ാം അധ്യായത്തിലാണ്, അന്നാളിൽ അനേകർ വന്ന് എന്നോട് കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അവകാശവാദം പറയും. എന്നാൽ ഞാൻ അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവീൻ, ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയുമെന്ന കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്തൊക്കെയോ ചെയ്തു എന്ന അവകാശവാദം നടത്തുന്നവരെ അല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചേർക്കുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നുപോയ ഒരുത്തനെയുമല്ല കർത്താവായ യേശുക്രിസ്തു ചേർക്കുന്നത്. അവൻ പറഞ്ഞതും പഠിപ്പിച്ചതും അവന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതുമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവിനെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുന്ന, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ മുന്നേറുന്ന ദൈവമക്കളെ ചേർക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു വരുന്നത്. ആകയാൽ പ്രിയരെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാനും നിത്യജീവൻ അവകാശമാക്കുവാനും ഈ വചന കേൾവി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ, നിത്യജീവന്റെ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ തോമസ് ഊട്ടിയച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്.